പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും നമ്മൾ കാണാത്ത ഓരോ കാഴ്ചകളാണ് ഗെയ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ടെമ്പിൾ ആയിരിക്കുന്നൊന്നും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം, എവിടെ പോകുമ്പോൾ ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയിട്ട് പോകണം കേട്ടോ നമ്മൾ. അതാണ് ഗെയ്സ് ഞാൻ പറഞ്ഞൊരു ഓവർവ്യൂ ഉണ്ടാക്കി വെച്ചിട്ട് എവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എനിക്ക് കോവിലിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എവിടെ ശ്രദ്ധിക്കണം എവിടെ നോക്കണം എന്ന് ഒട്ടും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പോരാനായപ്പോഴാണ് ഒരു ഓവർവ്യൂ കിട്ടിയത് കേട്ടോ. നമ്മളിങ്ങനെ തഞ്ചാവൂർ പാലസും വിസിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിനെ പറ്റി നമുക്ക് വീഡിയോസ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഒരു ഓവർവ്യൂ ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ മിസ്സായി, അയ്യോ അത് ശ്രദ്ധിച്ചില്ലല്ലോ, ഇത് നോക്കിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എവിടെ പോകുമ്പോഴും ഏത് വിശേഷ സ്ഥലങ്ങളിലും പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓവർവ്യൂ ഉണ്ടാക്കി എന്നിട്ട് അവിടെ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കാൻ നോക്കണ്ടു കേട്ടോ. ഗെയ്സ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് ശിവനാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ കാണുന്ന ശില്പം നമ്മുടെ നന്ദിയുടെയാണ്. അത് 16 അടി നീളവും 13 അടി ഉയരവും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണത്. ഇതൊക്കെ ഞാൻ വന്നതിന് ശേഷം ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഗെയ്സ്. കാരണം നമുക്ക് ഒരു ഇത് കണ്ടപ്പോൾ ഇനി അതേക്കുറിച്ച് അറിയുന്ന ഒരു എന്താ പറയുക ഒരിത്, അതുകൊണ്ട് ഞാൻ എല്ലാം സെർച്ച് ചെയ്തെടുത്തിട്ടു അങ്ങനെ. പിന്നെ നമ്മുടെ മലയാളീസിൻ്റെ പ്രത്യേകത അല്ലേ, എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവുന്നത്. അതുപോലെ ഒരുപാട് ആളുകളുടെ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇറങ്ങി വരുന്നവരും പറയുന്നുണ്ട് ഇവരും മലയാളീസാണ്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിൻ്റെ എല്ലായിടത്തും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ശിവലിംഗത്തിൻ്റെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വലിയ ശിവലിംഗം കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ടോ, എന്താ പറയുക, മൈൻഡ് ഭയങ്കര റിഫ്രഷായി, ഭയങ്കര സന്തോഷം. വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാണ് നടന്നത് ഈ പ്രാവശ്യം. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കേസ് നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് ചൂടുള്ള വെയിലല്ല കേട്ടോ. ഗേസ് ഈ സൈഡിൽ പിന്നെ അമ്മയുടെ പ്രതിഷ്ഠയായിരുന്നു കേട്ടോ, അമ്മൻ കോവിലായിരുന്നു. അപ്പോൾ അതിക്ക് ഞാൻ ഫുള്ളായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടുമോ ഇല്ലയെന്ന് കറക്റ്റ് അറിയത്തില്ല. ശരിക്കും ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്നാവും, പക്ഷെ നമ്മൾ പകുതി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉള്ളിലേക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവർക്ക് ടൂർ പോലെ എന്തെങ്കിലും കൊടുത്താവെന്ന് അറിയില്ല, 1 ഡേ ട്രിപ്പ് എന്തോ ആണ്. ഇതേപോലെ തന്നെ ഞങ്ങളിനി തഞ്ചാവൂർ പാലസ് പോയപ്പോഴും അവരുണ്ടായിരുന്നു കേട്ടോ. അഭിഷേകം ചെയ്ത വെള്ളമല്ലേ വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ ഗേസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ശിവലിംഗം കാണുന്നത് കേട്ടോ. അതും ഭയങ്കര സന്തോഷം തോന്നിയ സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ ചെന്നപ്പോഴേക്കും നട അടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നിട്ട്, പക്ഷേ തുറന്നപ്പോൾ മനസ്സിന് കിട്ടിയൊരു സന്തോഷം വേറെ ലെവലായിരുന്നു. അതായത് ഫസ്റ്റ് ടൈം അങ്ങനെ അഭിഷേകം ചെയ്യുന്നത് കണ്ടു കേട്ടോ. അത് ഇത്രയും വലിയ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ലെവൽ തന്നെയായിരുന്നു ഗേസ്. ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഗേസ് ഇത് കൂടെ കാണിച്ചു തരുന്ന കുറേ ഇത് കണ്ടല്ലോ, അത് കുറേ ശിവലിംഗങ്ങളാണ് കേട്ടോ. നമുക്ക് കാണാണ്ടായിരുന്നോന്ന് അറിഞ്ഞില്ല, അത് ഞാൻ അടുത്ത് പോയിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഓരോന്നും ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിൽ. ഏതാ ലാംഗ്വേജ് ഒന്നും എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല കേട്ടോ, അതാ ഞാനൊന്നും പറയണില്ല. കേസ് ഇത്രയും മനോഹരമായ ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്, ഈ ടെമ്പിളിൻ്റെ പിന്നിലെ ശില്പി ആരാന്ന് അറിയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് കേസ് കുഞ്ചിരമല്ല രാജരാജ പെരുന്തച്ചനാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. ഇദ്ദേഹത്തിൻ്റെ പേര് ഈ മതിലിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടു, പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല.
നമുക്ക് എന്തെങ്കിലും എന്താ പറയുക എല്ലാത്തിനും പറ്റിയിട്ട് ഓവർവ്യൂ ഉണ്ടാക്കി പോകുക എവിടെ പോകുമ്പോഴും, അല്ലാതെ നമ്മളിങ്ങനെ അന്തം വിട്ടിട്ടൊന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം അയ്യോ അത് അവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, അത് കാണണം. ഇതിപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും നോക്കാതെ പോയൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ എന്താ പറയുക പ്രസാദം കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല, അവർ പറഞ്ഞു വീഡിയോ എടുക്കണ്ടാന്ന്. അപ്പോൾ അത് എടുത്തില്ല. പിന്നെ നമ്മളൊന്ന് പ്രസാദം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് എന്താ പറയുക പുളിസാദം, പിന്നെ ലെമൺ സാദം, ഉണ്ണിയപ്പം എന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്, ചക്കരപ്പൊങ്കൽ. നല്ല വെയിലുണ്ടായിരുന്നു, കുതിനെ പൊള്ളണ വെയിലായിരുന്നില്ല, പക്ഷെ അങ്ങനെ കണ്ണൊക്കെ ഭയങ്കര കുത്തുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷേ അങ്ങനെ ചൂട് തോന്നിയിരുന്നില്ല കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുഖത്തേക്ക് നല്ല അടിച്ചായിരുന്നു കേട്ടോ വെയിൽ. അതാണ് എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ. പിന്നെ കേസ് 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നത്ര ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് എന്താ പറയുക അത്രയും മനോഹരമായിട്ടാട്ടോ അതിൻ്റെ ശില്പങ്ങളൊക്കെ കൊത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കോവിലിന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് അവിടെ നിന്ന് ചെറിയ സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ കടയിൽ നിന്ന്. അപ്പോൾ അവർ ചോദിക്കായിരുന്നു, മലയാളവും പറയുന്നുണ്ട് തമിഴും പറയുന്നുണ്ട്, അത് നിങ്ങൾ എവിടെ നിന്നാന്നൊക്കെ ചോദിക്കായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് തഞ്ചാവൂർ പാലസിലേക്കാണ് കേട്ടോ. അപ്പോൾ തഞ്ചാവൂർ പാലസിൽ ഞങ്ങൾ ഇറക്കിയിട്ട് കണ്ണേട്ടനും അനി ഋത്തിയും കൂടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടോ. കാറിൽ ചെറിയ കാറ്റ് കുറവ് എന്തോ ആണ്ടേ, അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളൊരു ഫസ്റ്റ് ഉള്ളിൽ കയറുകയും ചെയ്തു കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴും അതെ എല്ലായിടത്തും നമ്മുടെ ഗണേശൻ്റെ തന്നെയായിരുന്നു. ഓരോ സൈഡിലേക്ക് ഓരോ രീതിക്കാണ് കേട്ടോ അങ്ങനെ വിഗ്രഹങ്ങൾ വന്നിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ വാളിലൊക്കെ അടിപൊളിയായിട്ട് പിക്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതാണ്. മറ്റേത് ഓരോ പരസ്യത്തിൻ്റെയൊക്കെ ബോർഡറാവും. ഇവിടെ അധികമായിട്ട് ഓരോ ശില്പങ്ങളുടെയും അങ്ങനെ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഫോട്ടോസ് അങ്ങനെ അവരിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോറി വായിച്ച എഫക്റ്റിൽ വരെ ഇങ്ങനെ അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ ഇതാ ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിരിക്കുന്നത് തഞ്ചാവൂർ പാലസാണ് കേട്ടോ. അത് ഇവിടെ നമുക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളവിടെ ചെന്നപ്പോഴും ഈ കുട്ടികളുണ്ടാണ് കേട്ടോ സ്കൂളത്തെ. അവർ ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ യൂട്യൂബറാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ കേസ്. നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കില്ല അറിയത്തുള്ളൂ. പിന്നെ കേസിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 50 റുപ്പീസ് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ഫസ്റ്റ് കയറി. അപ്പോൾ കണ്ണേട്ടനും ഋത്വിക്കും അനിക്കും ടിക്കറ്റ് എടുത്തായിരുന്നു. പിന്നെ അവരിങ്ങനെ കാറിൻ്റെ ഇതിന് പോയി എന്ന് പറഞ്ഞപ്പോഴേ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടയർ പഞ്ചറായെന്ന് ആദ്യം വിചാരിച്ചായിരുന്നു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ അടുത്തേക്ക് എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് വന്നു. പിന്നെ നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനും ഉള്ളിലേക്ക് വീഡിയോ എടുക്കരുത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരുപാട് ഇതിൻ്റെയൊക്കെ ഒത്തി വെച്ചിരിക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമ നൽകുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരിക്കലെങ്കിലും കേസ് നമുക്ക് പറ്റുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരെ കൊണ്ട് എത്തുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നവർക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കഴിയാത്തവരും എങ്ങനെയൊക്കെ വന്ന് നമ്മൾ ശ്രമിക്കാൻ നോക്കുക. കാരണം മനസ്സിനൊക്കെ ഭയങ്കര കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. പഴയ കാലത്തിൽ ഓരോരോ കാണുമ്പോഴേ അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും രീതിയിൽ എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത് പറയുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഫുള്ള് പണി തീർന്നിട്ടില്ല കേട്ടോ. അത് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഭംഗിയാണ്. പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ഭംഗിയായിരിക്കും. പിന്നെ ഇതാ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിൽ കോവിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്കൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം മ്യൂസിയത്തിൽ തന്നെ ഒരുപാട് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അന്തം വിട്ടിങ്ങനെ നിന്ന് പോകും ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, ക്ലോത്ത്സൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ മ്യൂസിയത്തിലുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതൊക്കെ നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞ കാര്യം പിന്നെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. അവിടെ ഒന്നും എടുത്തിട്ടില്ലേ. ഋത്വിക എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ഋത്വിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഋത്വിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അത്രയും നേരം മൂടി നിന്ന് നടന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ആളെ ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ ആളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. കണ്ണേട്ടനോട് എന്തൊക്കെയാണ് ചോദിക്കുന്നതിനെ പറ്റിയിട്ട്. കേസ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റിയിട്ട് ഐഡിയ ഉള്ളവരാണെന്ന് കമൻറ്റ് ചെയ്യുക.
എനിക്കങ്ങനെ ചരിത്രത്തെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോളുണ്ട് ആതിര, അവൾക്ക് അച്ഛതൊക്കെ ഫുള്ളായിട്ട് അറിയുന്നൊക്കെ പറയായിരുന്നു. അവളിതിന് മുന്നേ വന്നിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കതൊക്കെ അവളെല്ലാം അറിഞ്ഞുണ്ടാക്കിയിട്ടാണ്, അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാമനും എല്ലായിടത്തും കൂടി നടന്ന് എല്ലാം അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ മാമനും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, പഴയ കാലത്ത് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ശില്പങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, കൊത്തി വെച്ചിരിക്കുന്നത് ഒരുപാട് ഭയങ്കര ചിത്രങ്ങളായാലും അതെ. ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം കാണാൻ എന്താ പറയുക, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരുപാട് ഒരു പ്രത്യേക അത്രയും ഭംഗി. അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇന്നത്തെ എന്തായിരിക്കില്ലേ അവരുടെയൊക്കെ ഒരു കഴിവ്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിത്തെ ബുക്കിലായിട്ട് കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കാണാൻ എപ്പോഴാണ് പറ്റിയിട്ടുള്ളത് ഗെയിംസ്. ഇതൊക്കെ നേരിട്ട് മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. കാരണം ഒന്നാമത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലായിടത്തേക്കും എത്തിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇതിനൊരു 10:30 ആയപ്പോഴേ നമ്മുടെ തഞ്ചാവൂരിനെ പറ്റിയിട്ടൊരു ഓവർവ്യൂ കിട്ടുന്ന ഒരു ഇതിൽ ഒരു സിനിമ പോലെ നമുക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ അതിനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയ്സ്, നമ്മുടെ തഞ്ചാവൂരത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവുന്നതാണ് കേട്ടോ.